കൃഷ്ണയുടെ തലയിൽ പായസം വീണ സംഭവത്തിൽ പോലീസിന് ജാഗ്രതക്കുറവുണ്ടായെന്ന പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ നിർദ്ദേശം തിരുവനന്തപുരം റേഞ്ച് DIG-ക്കാണ് നിർദ്ദേശം നൽകിയത്. അജ്മൽ ദറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ പായസം എങ്ങനെ വീണു എന്നത് കണ്ടെത്താൻ അന്വേഷണം അല്ലേ? ക്രിസ്റ്റീന, ഈ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ദിവസമാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് പായസം വീഴുന്നത്. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയ ബസ്സിൽ സഞ്ചരിക്കവേ ആഘോഷപൂർവ്വം ഈ യാത്ര സമ്മാനിച്ച സർക്കാരിന് സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പായസം മന്ത്രിയുടെ തലയിലേക്ക് വീഴുന്നത്. പിന്നാലെ വിവരാവകാശ പ്രവർത്തകനും അതോടൊപ്പം തന്നെ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പോലീസിന് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതിയിൽ പറയുന്നത് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവം അന്വേഷിക്കുന്നതിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്, അത് കൂടുതൽ അന്വേഷണം അതിൽ ആവശ്യമാണെന്നാണ്. അത് പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയുടെ മുമ്പിലേക്ക് പരാതി എത്തിയ സന്ദർഭത്തിലാണിപ്പോ അതിൽ ഒരു DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് സംഭവം അന്വേഷിക്കണമെന്ന് ഇപ്പോ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോ ഇതിൽ സംഭവത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG-ക്കാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും മന്ത്രിയുടെ തലയിൽ ഈ പായസം വീണ സംഭവം ഇനി അന്വേഷിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ DYSP റാങ്ക് കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ക്രിസ്റ്റീന. അതെ, ചൂട് പായസമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു. അതങ്ങനെ മന്ത്രി എന്നല്ല, ആർക്കതേ നമ്മളിപ്പോൾ അബദ്ധത്തിൽ വീണു പോകുന്നതും അശ്രദ്ധയിൽ വീണു പോകുന്നതും രണ്ടാണ്. അപ്പോൾ അത് വീണുകൂടാത്തതാണ്. അപ്പോൾ അതിലാണ് അന്വേഷണം നടത്തിയത്. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.